ഫ്രോക്കിലൊക്കെ വെക്കുന്ന സ്ട്രിപ്പാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാവേ. നമ്മൾ ഇതുപോലത്തെ 2 പീസസ് ആണ് നമുക്ക് വേണ്ടത്. നല്ല ലെങ്തി ആയിട്ടുള്ളത് വേണം. അതിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഒന്ന് മെഷർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 35 ഇഞ്ചോളം നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാവേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വിഡ്ത്ത് നമ്മളൊരു 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് വിഡ്ത്ത് വേണമെങ്കിൽ കൂട്ടി വേണം, അങ്ങനെ എടുക്കാവേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എല്ലാ പീസസിലും കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ച് ഇങ്ങനെ ഭാഗത്തൊന്ന് വിട്ട് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഈ കോർണറിൽ നിന്ന് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു 2 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തപ്പം വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന ഭാഗത്തൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ 2 പീസസ് ആയിട്ടാണ് ഇപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുമില്ലേ, ആ കട്ട് ചെയ്യാത്ത സൈഡ് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മളവിടെ ആ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത സൈഡിലൂടെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ആ സൂചി കുത്തി ആ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്ട്രിപ്പും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ 2 ടൈംസ് അങ്ങ് ചെയ്ത് കൊടുത്തോണേ. എന്നിട്ട് നമ്മളിവിടെയും സൂചി കുത്തി ആ ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കോർണറിൽ ഒന്നും നമ്മൾ ഒരുപാട് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ കോർണറിലൂടെ നമ്മൾ ഓപ്പൺ ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തിലേക്ക് വലിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പീസസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ബ്ലൗസ് ആണെങ്കിലും അതിലേക്ക് നമ്മളിങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളുടെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റ് ഒരു സൈഡിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയായിരിക്കണം ഇപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കേണ്ടത്. ഒരു സൈഡിൽ നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻറ്റ് താഴേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും ആ സ്റ്റിച്ചിങ് പോയിൻറ്റ് താഴേക്ക് തന്നെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഈ സൈഡിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഹുക്കൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്.